കഴുത്തുവേദന, കൈയിലേക്ക് തരിപ്പ്, ചിലർക്ക് തലകറക്കം വരെ. ഇതെല്ലാം സാധാരണ ഒരു വേദനയാണെന്ന് പലരും കരുതും. പക്ഷേ പലപ്പോഴും ഇതിന് പിന്നിലുള്ളത് സെർവിക്കൽ സ്പോണ്ടൈലോസിസ് എന്ന അവസ്ഥയാണ്. എന്താണ് സെർവിക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് നോക്കിയാലോ? നമ്മുടെ കഴുത്തിൽ 7 വേർട്ടിബ്രകളാണുള്ളത്. C1 മുതൽ C7 വരെ. ഇവ തമ്മിൽ ഡിസ്ക് കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വയസ്സ് കൂടുന്തോറും ഡിസ്കുകൾക്കിടയിലുള്ള ജെല്ലിൻ്റെ അളവ് കുറയുന്നു. ഇതാണ് സെർവിക്കൽ സ്പോണ്ടൈലോസിസിന് കാരണമാകുന്നത്. പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. കഴുത്തുവേദന. കഠിനമായ കഴുത്തുവേദന, ചിലപ്പോൾ നീറ്റലുള്ള വേദനയായും ഇവ അനുഭവപ്പെടുന്നു. 2. കഴുത്തിൻ്റെ പുറകുവശത്തെ വേദന കൈവരെ വ്യാപിക്കുന്നു. 3. കൈകൾക്കുണ്ടാകുന്ന പെരുപ്പ്. 4. തലവേദന. 5. മസിലുകൾക്കുണ്ടാകുന്ന വേദന. 6. തലകറക്കം. ഇതൊക്കെയാണ് സെർവിക്കൽ സ്പോണ്ടൈലോസിസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഫോണ്, ലാപ്ടോപ്പ് തുടങ്ങിയവ കുനിഞ്ഞിരുന്ന് ഉപയോഗിക്കുന്നത്. 2. വയസ്സ് കൂടുന്തോറും നമ്മുടെ ബോണുകൾക്കുണ്ടാകുന്ന ഡീജനറേഷൻ അഥവാ തേയ്മാനം. 3. ഡിസ്ക് ഡീഹൈഡ്രേഷൻ. ഡിസ്കുകൾക്ക് വേണ്ട വെള്ളം കുറയുമ്പോൾ അവയുടെ സോഫ്റ്റ്നെസ് കുറയുകയും ഇത് തേയ്മാനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. 4. മുൻപുണ്ടായ പരിക്ക് അല്ലെങ്കിൽ വീഴ്ച. 5. സെഡൻറ്ററി ലൈഫ്. വ്യായാമമില്ലാതെ ദിവസവും നീണ്ട സമയം ഒരേ രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നത്. ഏതൊക്കെ മാർഗങ്ങളിലൂടെ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് നിയന്ത്രിക്കാം എന്ന് നോക്കാം. ചൂടുവെള്ളത്തിൽ മാത്രം കുളിക്കുക. ദിവസവും 1 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും ഉപയോഗിച്ച് കുടിക്കുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ദിവസവും യോഗ, അതുപോലെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക.